നമ്മുടെ നീറ്റ് എക്സാം കഴിഞ്ഞ് ബയോളജിയുടെ ഫാക്കൽറ്റീസ് ഇവിടെ ഭയങ്കര ഡിസ്കഷനിലാണ്. നമുക്ക് ചോദിച്ചു വെക്കാം. സുധീഷ് സർ, ബിലാൽ സർ, എങ്ങനെയുണ്ട് നമ്മുടെ എക്സാം ഒക്കെ? എക്സാം ഓൾമോസ്റ്റ് ബയോളജിയുടെ ഇത് വളരെ സിമ്പിളായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മൾ ഇൻട്രൊഡക്ഷൻ സെഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു, അതിനുശേഷമുള്ള കോൺട്രിബ്യൂഷനിൽ നിന്ന് വന്നിട്ടുണ്ട്, പിന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് സോളജിയിൽ ഒരു ഔട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ സീലോമിൻ്റെ ചോദ്യം ഔട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഇൻട്രൊഡക്ഷൻ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു പോർഷനാണ് കുട്ടികൾ. അതൊരു സാഹിത്യം പറയുന്ന ഏരിയയാണ് അല്ലേ, അതിൽ കൺസെപ്റ്റ് കുറവുള്ള ഏരിയ. അവിടുന്ന് ചോദ്യം വന്നു. ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഔട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചോദ്യങ്ങൾ ലെങ്തിയാണ് കുറച്ച്. അതായത് ഷോർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ വളരെ ഷോർട്ടാണ് എന്ന് വെച്ചാൽ വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത്യാവശ്യമുണ്ട്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ വളരെ ലോങ് ആണ് എന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായി സമയമെടുത്ത് വായിക്കാനുണ്ട്. കമ്പാരിറ്റീവ്ലി ബോട്ടണിയേക്കാളും ലെങ്തി ക്വസ്റ്റ്യൻസ് സോളജി ഒരു പാരഗ്രാഫ് ഒക്കെ അതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ്, പക്ഷേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ വൺ വേർഡും അത്യാവശ്യം നന്നായിട്ടുണ്ട്. അനിമേഷനൊക്കെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു കട്ട് ഓഫ് നമ്മുടെ എക്സ്പെക്ടേഷൻ എന്തായാലും താഴെ വരുന്നതാണ്. ഒരു 560 570 എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളൊരു ഏർലി പോയിന്റിൽ പറയാം അല്ലേ. ഓക്കെ, ഒരു 600 ഒക്കെ നല്ല സ്കോർ ആയിരിക്കും, നല്ല സ്കോർ ആയിരിക്കും എന്നുള്ള ലെവലിലാണ് പോകുന്നത്. ഒരു ഫിസിക്സിന്റെ ഒക്കെ കേസിലുള്ള സംസാരം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. ഓക്കെ.